അപ്പോൾ ജോബി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ലോപ്പിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ. ഞാൻ ഇതാ ഒരു ഗ്രാഫ് കാണിച്ചു തരാം. ഇതാ ഒരു ഗ്രാഫ്. അപ്പോൾ ഇതിൻ്റെ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഏത് രണ്ട് പോയിൻറ്റും നമുക്ക് എടുക്കാം. കാരണം അതിൻ്റെ സ്ലോപ്പ് ലൈനിൻ്റെ എവിടെയായാലും ശരി അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഈ പോയിൻറ്റും പിന്നെ ഈ പോയിൻറ്റും എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്താണ്, അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ, അതായത് ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. എന്താണ് ഇവിടെ ചേഞ്ച് ഇൻ എക്സ്? 0 to 4 വരെ പോണ്ട് എക്സ്. അപ്പോൾ ഇതാണ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 4. ഡെൽറ്റ വൈയോ, ഡെൽറ്റ വൈയും 0 to 4 വരെ മാറുന്നുണ്ട്. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ 4/4 ഈക്വൽ ടു 1. ഇതാണ് ഈ ലൈനിൻ്റെ സ്ലോപ്പ്. ഇനി നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിൾ? ഈ പോയിന്റിനെ നമുക്ക് എ എന്ന് വിളിക്കാം, പിന്നെ ഇതാ ഈ പോയിന്റിനെ നമുക്ക് ബി എന്ന് വിളിക്കാം, പിന്നെ ഈ പോയിന്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിള് നമുക്കൊന്ന് നോക്കാം. അതിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് ട്രിഗ്നോമെട്രി പ്രകാരം ടാൻ തീറ്റ? ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലേ? അപ്പോൾ ഇതാണ് AB ആണ് ഓപ്പോസിറ്റ് സൈഡ്, AB. അഡ്ജസ്റ്റൻറ്റ് സൈഡോ CB അല്ലെങ്കിൽ BC. എന്താണ് AB തന്നെയാണ് ഡെൽറ്റ വൈ അല്ലേ? അപ്പോൾ ഇത് ഡെൽറ്റ വൈ, CB തന്നെയാണ് ഡെൽറ്റ എക്സ്, ഇത് ഡെൽറ്റ എക്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്ലോപ്പും ടാൻ തീറ്റയും സെയിം ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ തീറ്റ കണ്ടുപിടിക്കാം. ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ തീറ്റ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ ടാൻ എടുത്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ ഇവിടെ, ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊരു 45 ഡിഗ്രീസ് ആണ്. അപ്പോൾ ടാൻ 45 1 ആണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പും 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാൻ 45 ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു സ്ലോപ്പ്. ഓക്കെ, ഇനി ഞാൻ ഇതേ ഫിഗർ ഇത്തിരി മാറിയിട്ട് വരയ്ക്കാം. ഇതാ, ഓക്കെ, ഇത് ഇത്തിരി ഓവർലാപ്പായി, സാരമില്ല. ഇതേ ഫിഗറാണ് ടോപ്പ്. ഇത് എക്സ്, ഓക്കെ, എക്സ് വൈ. പക്ഷേ ഈ ഗ്രാഫും ഈ ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഞാൻ ഇതിനൊന്നും കൂടെ ശരിക്കും എഴുതട്ടെ കേട്ടോ. ഓക്കെ, ഈ ഗ്രാഫും തമ്മിൽ എന്താ വ്യത്യാസം അറിയോ? ഇതിൽ വൈൻ്റെ സ്കെയില് മാറിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇത്രയും ആണ് ഒരു യൂണിറ്റ് ഓഫ് വൈ. പക്ഷെ ഇതിലത്തെ എന്താ പറയുക, ഇതേമാതിരി 2 കള്ളിയാണ് ഇവിടെ ഒരു യൂണിറ്റ്. മനസ്സിലായില്ലേ? ഇവിടെ 0 1 2 3 ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 0 2 കഴിഞ്ഞിട്ട് പിന്നെ 1 പിന്നെ 2 കഴിഞ്ഞിട്ട് 2 അങ്ങനെ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൻ്റെ സ്കെയിലും ഈ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൻ്റെ സ്കെയിലും വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതും 2 പോയിന്റ് എടുക്കാം. അപ്പോൾ ഈ 2 പോയിന്റ് എടുത്താൽ എന്താണ് സ്ലോപ്പ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. എന്താണ് ഡെൽറ്റ വൈ? ഇതാണ്
ഡെൽറ്റ വൈ. എത്രയാണ് ഡെൽറ്റ വൈ? ഡെൽറ്റ വൈ 2. ഡെൽറ്റ എക്സോ? ഡെൽറ്റ എക്സ് അതും 2. ഇത് 2 അല്ലേ, ഇതും 2 അല്ലേ. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് 2/2 ഈക്വൽ ടു 1. സ്ലോപ്പ് ഈ സ്കെയിലൊക്കെ മാറിയാൽ സ്ലോപ്പ് മാറുന്നില്ല. ഇവിടെയും സ്ലോപ്പ് 1 ആണ് കിട്ടിയത്, ഇവിടെയും സ്ലോപ്പ് 1 ആണ് കിട്ടുന്നത്. എങ്ങനെ? നമ്മൾ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് ചെയ്താൽ ഏത് സ്കെയിൽ എടുത്താലും സ്ലോപ്പ് അതേ വാല്യൂ തന്നെ ആയിരിക്കും. ഇനി ഈ ആംഗിളും ഈ ആംഗിളും കൂടി നോക്കിയാലേ ഈ ആംഗിള് 45 ഡിഗ്രീസ് മാതിരി ഉണ്ടോ? കണ്ട ഏകദേശം 60 ഡിഗ്രീസ് മാതിരി ഉണ്ട്. അതെ, ഈ ആംഗിള് ഏകദേശം 63 ഡിഗ്രീസാണ്. അപ്പോൾ ഇവിടെ ഈ ആംഗിളിൻ്റെ ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ടാൻ തീറ്റ കണ്ടുപിടിച്ചാലുണ്ടല്ലോ, ഇത് ഇസ് നോട്ട് ഈക്വൽ ടു സ്ലോപ്പ്. അപ്പോൾ എന്താ ഇതൊന്ന് മനസ്സിലാവണത്? ഈ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയണമെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഒരേ സ്കെയിലായിരിക്കണം. ഓക്കെ, ഫോർ സ്ലോപ്പ് equal to tan theta to be true, x and y axis must have same scale. എന്നാലേ നമുക്ക് ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടാൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടാൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എക്സിനും വൈയിനും ഒരേ സ്കെയിലാണ്, ഇവിടെ എക്സിനും വൈയിനും വേറെ വേറെ സ്കെയിലാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയുന്നത് ശരിയാവില്ല. ഇനി ഒരു കാര്യം കൂടി, എന്താണ് ടാൻ തീറ്റയുടെ യൂണിറ്റ്? ടാൻ തീറ്റയുടെ യൂണിറ്റോ? എനിക്കറിയില്ല. ഓക്കെ, സി, നമ്മൾ ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ വെച്ചിട്ടല്ലേ. ഇതപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കട്ടെ. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ തീറ്റ. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് adjacent side, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്കറിയാലോ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു adjacent side ബൈ ഹൈപ്പോട്ടന്യൂസ്. അതേമാതിരി tan theta is equal to opposite side by adjacent side. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ നോക്കുമ്പോഴുണ്ടല്ലോ, ഇതൊരു ലെങ്ത് ആണ്, ഇതൊരു ലെങ്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റും ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് ക്യാൻസൽ ആവും. ഇവിടെ അതുമാതിരി തന്നെ ഇതിൻ്റെ യൂണിറ്റും രണ്ടും ലെങ്ത് ആയതുകൊണ്ട് ക്യാൻസൽ ആവും. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ മീറ്റേഴ്സിലാണ് മെഷർ ചെയ്യണത്, ഹൈപ്പോട്ടന്യൂസ് മീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുക. മീറ്റേഴ്സും ഇപ്പോൾ മീറ്ററും ക്യാൻസൽ ആവും. അതേമാതിരി തന്നെ കോസ് തീറ്റയ്ക്കും സൈൻ തീറ്റയ്ക്കും ടാൻ തീറ്റയ്ക്കും ഒക്കെ യൂണിറ്റ്സ് ക്യാൻസൽ ആവും. അതുകൊണ്ട് സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും ടാൻ തീറ്റയ്ക്കും ഒന്നും യൂണിറ്റ് ഇല്ല. അതെല്ലാം ഡയമെൻഷൻലെസ് ആണ്. ഓക്കെ, ഇതെല്ലാം ഡയമെൻഷൻലെസ്, യൂണിറ്റ്ലെസ്. പക്ഷെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? നമ്മൾക്ക് ഫിസിക്സിൽ ഗ്രാഫ് വരയ്ക്കാനല്ലേ. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ ഗ്രാഫ് വരയ്ക്കുന്നത് കൂടുതലും പൊസിഷൻ വേഴ്സസ് ടൈം, ഇല്ലെങ്കിൽ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫിസിക്സിലുള്ള ഗ്രാഫ് ഇതപ്പോൾ ഇതൊരു വൈ ആക്സിസ്, ഇതൊരു എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ സാധാരണ പ്ലോട്ട് ചെയ്യാൻ പോണത് ഇത് വൈ ആക്സിസ് നമ്മുടെ പൊസിഷൻ കോർഡിനേറ്റ് ആയിരിക്കും.
എക്സ് ആക്സിസ് വന്നിട്ട് ടൈം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്, ഇതിൻ്റെ യൂണിറ്റ് വന്നിട്ട് മീറ്ററാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ഇതേമാതിരി ഒരു ലൈൻ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ 2 പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഡെൽറ്റ വൈ ഡെൽറ്റ എക്സും കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് യൂണിറ്റ് ഉണ്ട് അല്ലേ? സോറി, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അതാണ് സ്ലോപ്പ്. ഈ ഗ്രാഫിൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓക്കെ, അപ്പോൾ ഇതിന് യൂണിറ്റ് ഉണ്ട്. കാരണം എന്താണ്? ഡെൽറ്റ വൈന് യൂണിറ്റ് ഉണ്ട്, എന്താണത്? മീറ്റേഴ്സ്. ഡെൽറ്റ എക്സിന് യൂണിറ്റ് ഉണ്ട്, എന്താണത്? സെക്കൻഡ്. അപ്പോൾ ഇവിടെ സ്ലോപ്പിന് മീറ്റർ പെർ സെക്കൻഡിൻ്റെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂണിറ്റ് ഉള്ളപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ടാൻ തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല, സൈൻ തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല, കോസ് തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ സ്ലോപ്പിന് യൂണിറ്റ് ഉണ്ടെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് പറയാൻ പാടില്ല. ഓക്കെ, സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതിക്കുന്നത് എന്താണ്? എക്സ് ആൻഡ് വൈ ആക്സിസ് മസ്റ്റ് ഹാവ് സെയിം സ്കെയിൽ and same units. Same units. Okay, അപ്പോൾ must have same scale and same unit. അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എക്സ് ആൻഡ് വൈ ആക്സിസിന് ഒരേ സ്കെയിൽ വേണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ എക്സും വൈ ഇതുമാതിരി സെക്കൻഡ് മീറ്റർ ആണെങ്കിലേ ഒരു മീറ്ററിൻ്റെ ഒരു സാധനവും സെക്കൻഡിൻ്റെ സാധനവും ഒരേ സ്കെയിൽ എടുക്കുക പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഒരു അർത്ഥമില്ല അല്ലേ? ഞാൻ ഇതാ ഈ മീറ്റർ വരയ്ക്കണ മീറ്റർ യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ഒരേ സ്കെയിലാണ് ചൂസ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാരണം നമുക്ക് മീറ്ററും സെക്കൻഡ് കമ്പയർ ചെയ്യാനേ പറ്റില്ല, അത് വേറെ വേറെ യൂണിറ്റ്സ് ആണ്. അത് കാരണം ഞാൻ ഈ ഗ്രാഫിലെ വൈ ആക്സിസും എക്സ് ആക്സിസും ഒരേ യൂണിറ്റിൽ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അല്ല ഒരേ സ്കെയിലിൽ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം മീറ്ററിനെയും സെക്കൻഡിനെയും നമുക്ക് ഒരേ സ്കെയിലിൽ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഫിസിക്സിൽ ഈ സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ ഫിസിക്സ് ബുക്കിൽ എവിടെയും, അതായത് നിങ്ങളുടെ ആ മോഷൻ്റെ ചാപ്റ്റേഴ്സിൽ എവിടെയും സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. കാരണം അവിടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, കാരണം അവിടെ സ്ലോപ്പിന് യൂണിറ്റ് ഉണ്ട്, പക്ഷേ ടാൻ തീറ്റയ്ക്കൊന്നും യൂണിറ്റ് പാടില്ല. അതുമല്ല, സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയാൻ എക്സും വൈയും രണ്ടിനും ഒരേ സ്കെയിലായിരിക്കണം. അങ്ങനെ ഒരേ സ്കെയിലായിരിക്കണമെങ്കിൽ രണ്ടിനും ഒരേ യൂണിറ്റ് ആവണം. കാരണം വേറെ വേറെ യൂണിറ്റ് ആണെങ്കിൽ അതിന് ഒരേ സ്കെയിലാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഇതിൽ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ലൈനിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും.